ഇവൻ എല്ലാ കാര്യങ്ങളും ഛർദിച്ചു. പറഞ്ഞു കൊടുക്ക്, ഏമാനൊന്ന് കേക്കട്ടെ. മഹേന്ദ്ര സാറിനെ ശിവനാണ് കൊല്ലാനായിട്ട് കുഴിയിലേക്ക് എടുത്തിട്ടതെന്ന് സോമശേഖരൻ സാർ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. വഴക്കിട്ട് വന്ന് നിൽക്കുക. വലിയ മടിച്ചയാണെന്ന് തോന്നുന്നല്ലേ? ആ കൊച്ചിനെ എടുത്തൊന്ന് പാല് കൊടുത്തിരുന്നെങ്കിൽ കൊച്ചിന്റെ കരച്ചിലൊന്ന് നിന്നേനെ. ഞാൻ വന്നപ്പോ മുതലുള്ള കീറല. ചെന്ന് അതിനെന്തെങ്കിലും കൊടുക്കാൻ പറ മോളെ. എന്തിനാ ശ്യാമി മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്? കുഞ്ഞിനെ പോയി എടുത്തിരുന്നെങ്കിൽ അത് കരച്ചിൽ നിർത്തില്ലായിരുന്നോ? അങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് ഇപ്പൊ അതിന്റെ കരച്ചിൽ നിർത്തണ്ട. എന്ത് വർത്താനം ശ്യാമ ഈ പറയുന്നേ? ശാരികയുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഈ പിഞ്ചു കുഞ്ഞിനോടല്ല കാണിക്കേണ്ടത്. പോയി ചെന്ന് എടുക്ക്. അതെ, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ചെന്നെടുക്കാം. അല്ലാതെ വലിയ നിർബന്ധമൊന്നും എനിക്കില്ല. അപ്പം മോളും ചില്ലറക്കാരിയല്ലല്ലേ? ദേ തള്ളേ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ വന്നാൽ കഴിച്ചിട്ട് ഇറങ്ങി പൊക്കോണം. അല്ലാതെ ഇവിടെ ഉള്ളവരുടെ തലേ കയറാൻ വന്നേക്കരുത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടേ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും സ്വന്തം കൂടെപ്പിറപ്പിന്റെ വർത്താനം നോക്കിക്കേ. കൊള്ളാം മകളെ, ഇങ്ങനെ തന്നെ പഠിക്കണം. ആ ശാരദയുടെ സ്വഭാവം ഒന്നും ഒറ്റ പെൺപിള്ളേർക്കും കിട്ടിയില്ലല്ലോ. എന്തിനാ ശ്യാമ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കണമായിരുന്നോ? അതെ, കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ട് കരയിക്കരുത്. ഇങ്ങനെ കരയിച്ചാലേ അവർക്ക് നീർക്കെട്ടുണ്ടാവും. നീർക്കെട്ടുണ്ടായാ കുടിക്കുന്ന പാല് ദഹിക്കില്ല, അറിയോ? ഒന്നുകിൽ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനോട് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പറയണം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന മറ്റു പെണ്ണുങ്ങള് ആ പണി ചെയ്യണം. ദാ കാശ്, എനിക്കിതൊന്നും കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല. ചൊറിഞ്ഞു കേറും. പിന്നെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. പിന്നെ മുഖത്ത് നീരും വെള്ളവും വെച്ചിട്ട് കാര്യമില്ല. അവരുടെ വായിലിരിക്കുന്ന കേട്ടപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. നീ ആ കുഞ്ഞിനെ പോയി എടുത്തിട്ട് അവരിങ്ങനെയൊക്കെ പറയായിരുന്നോ? ആ കുഞ്ഞിനെ ഞാൻ നോക്കുകയില്ല, എടുക്കുകയില്ല. അത് വന്ന് കേറിയപ്പോ മുതൽ ഞാൻ ചീത്തയാക്കാൻ തുടങ്ങിയതാ. ദേ ഇപ്പൊ പുറത്തുള്ളവരോടി വന്ന് പറഞ്ഞിട്ട് പോവാ. ഞാൻ എടുക്കാം. ആരെടുത്താലും കുഞ്ഞിന്റെ കരച്ചിൽ മാറിയാ മതിയല്ലോ. ശ്യാമേ, വാശിയും വൈരാഗ്യവും കുഞ്ഞിനോട് കാണിച്ചിട്ട് എന്താ കാര്യം? അത് ജനിച്ചു പോയില്ലേ. ഇവിടെ കരഞ്ഞു ജീവിക്കാനായിരിക്കും അതിന്റെ വിധി. നീയേ കുറച്ചുകൂടി മയത്തിലൊക്കെ പെരുമാറാൻ പഠിക്കേ. ഈ വാശിയും വെച്ച് നിന്നാലേ കടയിലേക്ക് ഒരു മനുഷ്യൻ കയറാതാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിനക്കിങ്ങനെ വെറുതെ ഇരുന്ന് കരഞ്ഞാ മതിയല്ലോ മോളെ. ഇവിടെയുള്ളവരുടെ ചീത്ത മുഴുവനും കേൾക്കുന്ന ഞാനാ. നിന്റെ അച്ഛൻ ഇതൊന്നും അറിയണ്ടല്ലോ. നിന്നെ ഒന്ന് കാണുന്ന പോലും അയാൾക്കില്ല. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം തന്തയ്ക്കില്ലാത്ത ദണ്ണം മറ്റുള്ളവർക്ക് എന്തിനാ? കരയില്ലേ മോളെ? മോളെ ഇങ്ങിതാ. ഓ ഓ കരയില്ലേ? കൊള്ളാം ശാരികെ, നീ ഇതല്ല ഈ പൊടിക്കുഞ്ഞിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം ശാന്തിച്ചി? പ്രസവിച്ചു പോയില്ലേ? ഇതിനെ എനിക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പറ്റുമോ? ഇപ്പോഴാ ശാരദമ്മ എല്ലാത്തിന്റെ കുറവറിയുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ അറിയാൻ പോകുന്നതും നീയോ ഈ കുഞ്ഞോ? പെണ്ണാണെങ്കില് ഇതിനെ രാജകുമാരി പോലെ വളർത്തണോന്ന് ആഗ്രഹിച്ച ശാരദാമ്മ ഇരുന്നത്. ഇപ്പൊ ഇതിനൊന്നും എടുക്കാൻ പോലും ആരും ഇല്ലാതായി. ഓ ഓ അയാളെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കല്ലേ? ജീവിക്കട്ടെ. പക്ഷേ എല്ലാത്തിനും ഒരു തിരിച്ചടി ഉണ്ടാവുമല്ലോ. അന്ന് അയാളെ കൊണ്ട് ഞാൻ വിളിച്ചു പറയിപ്പിക്കും.
ചെയ്ത പാപങ്ങൾ ഓരോന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കറക്റ്റാണല്ലോ അല്ലേ? അതെ സർ, വിശദമായി അന്വേഷിച്ചിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ ചെല്ല്. മേഡം, അല്ല മേഡം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പില്ലാതെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇരിക്കും മേഡം. സജീവ്, ഇത് സജീവ്, നല്ല ഒന്നാം തരം മെക്കാനിക്കാ. ഒപ്പം നല്ലൊരു ആശ്രിതനുമാ. ഇവന്റെ യജമാനു വേണ്ടി ഇവൻ എന്തും ചെയ്യും. കള്ളസാക്ഷി വരെ പറയും. ഒന്ന് വിശദമായിട്ട് ചോദിച്ചാ ചിലപ്പോ പലതും പറഞ്ഞേക്കാം. ഇനി ഇവന്റെ യജമാനൻ അതാരാണെന്ന് പറയട്ടെ. SI സോമശേഖരൻ. മാഡം എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഇയാളെ അറിയാൻ പാടില്ലെന്ന് മാത്രം പറയരുത്. ഇവൻ എല്ലാ കാര്യങ്ങളും ഛർദിച്ചു. പറഞ്ഞു കൊടുക്ക്, ഏമാനൊന്ന് കേക്കട്ടെ. മഹേന്ദ്ര സാറിനെ ശിവനാണ് കൊല്ലാനായിട്ട് കുഴിയിലേക്ക് എടുത്തിട്ടതെന്ന് സോമശേഖരൻ സാർ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്? സർവീസ് തികച്ച് കൃത്യമായിട്ട് പിരിഞ്ഞു പോകാൻ പറ്റുമോ തനിക്ക്? എവിടെന്ന് തൊപ്പി പോയാ തലയും മുട്ടയടിച്ച് ആളറിയാത്ത രീതിയിൽ വല്ല കാശിയിലോ രാമേശ്വരത്തോ പോവേണ്ടി വരും. നാട്ടിലെന്തായാലും ശത്രുക്കൾ കിടത്തുമെന്ന് തോന്നുന്നില്ല. അതിന് മാത്രം സർവീസിലിരിക്കുമ്പോൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ താൻ. അയാളെങ്ങി ഇറക്കി വിടറോ? ഇറക്കി വിട്. നിക്ക്. ശിവനെ താൻ തന്നെ റിലീസ് ചെയ്താൽ മതി. ചെല്.